ഇന്നത്തെ നമ്മുടെ ചടങ്ങിന് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ KV സുധാകരൻ, ഉദ്ഘാടക ശ്രീമതി KV യശോദ ടീച്ചർ, അതുപോലെ സംസ്കൃതം കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ B ഉണ്ണികൃഷ്ണൻ, നന്ദി പ്രകാശിപ്പിക്കുന്ന TK ശ്രീകാന്ത് മാഷ്, എൻ്റെ സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ. നമ്മുടെ സ്കൂളിലെ സംസ്കൃത വാരാഘോഷത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഒരാഴ്ചക്കാലം ഓഗസ്റ്റ് 20 മുതൽ 27 വരെ നിരവധി പരിപാടികൾ നമ്മൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം, എല്ലാ വർഷവും ശ്രാവണ മാസത്തിലെ പൗർണമി ദിവസമാണ് സംസ്കൃത ദിനമായി ആചരിക്കുന്നത്. സംസ്കൃത ഭാഷ ഒരു പുരാതന ഭാഷയാണ്. അതുപോലെ നമ്മുടെ വേദങ്ങളും ഇതിഹാസങ്ങളുമൊക്കെ രചിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഭാഷയിലാണ്. നമ്മുടെ മലയാളത്തിൽ ഉപയോഗിക്കുന്ന മിക്ക വാക്കുകളും 80% തന്നെ പറയാം സംസ്കൃതമാണെന്ന് നമ്മുടെ ശ്രീകാന്ത് മാഷ് ഇടയ്ക്കിടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. മാതൃഭാഷ കൂടാതെ മറ്റ് ഭാഷകൾ, അറബി, ഉറുദു, സംസ്കൃതം, അതുപോലെ ഹിന്ദി, ഈ ഭാഷകളൊക്കെ പഠിക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ല കാര്യമാണ്. നമ്മുടെ സ്കൂളിൽ 1 മുതൽ തന്നെ സംസ്കൃത ഭാഷ മാഷ് കൈകാര്യം ചെയ്തു വരുന്നുണ്ട്. കൂടുതലായി ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ഗവൺമെൻറ് വെൽഫെയർ UP സ്കൂൾ വെങ്ങര, ആ സ്കൂളിലെ റിട്ടയേർഡ് അധ്യാപിക ആണ് ശ്രീമതി KV യശോദ ടീച്ചറെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിക്കുന്നത് സംസ്കൃതം കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ B ഉണ്ണി അവർകളാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നന്ദി പ്രകാശിപ്പിക്കുന്ന നമ്മുടെ സ്കൂൾ സംസ്കൃത അധ്യാപകൻ ശ്രീകാന്ത് മാസ്റ്ററാണ്. ശ്രീകാന്ത് മാസ്റ്ററെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ സുധാകരനെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ KV സുധാകരനെ ഞാൻ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. മുല്ലക്കൊടി AUP സ്കൂൾ നടത്തിവരുന്ന സംസ്കൃത വാരാഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചാണ് നമ്മുടെ എല്ലാമായ ബഹുമാനപ്പെട്ട ഹെഡ്മിസ്ട്രസ് PP സദ ടീച്ചർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട KV യശോദ ടീച്ചർ, ഗവൺമെൻറ് UPW വെങ്ങര. ഇവിടെ ആശംസാ പ്രസംഗം നടത്തുന്ന ഡോക്ടർ B ഉണ്ണി അവർകൾ, സെക്രട്ടറി സംസ്കൃതം കൗൺസിൽ. ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്ന സംസ്കൃത അധ്യാപകനായ ശ്രീ ശ്രീകാന്ത് മാസ്റ്റർ, പ്രിയമുള്ള നാട്ടുകാരെ, കൊച്ചു കൂട്ടുകാരായ വിദ്യാർത്ഥികൾ, ഈ പരിപാടിയിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുത്ത് വമ്പിച്ച വിജയമാക്കി തീർക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുന്നത്. ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് വെങ്ങര UPയിലെ റിട്ടയർഡ് അധ്യാപിക ശ്രീ KV യശോദ ടീച്ചർ അവർക്കാണ്. ടീച്ചറെ സ്നേഹാദരത്തോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ PTA പ്രസിഡന്റ് ശ്രീ KV സുധാകരൻ, സ്വാഗതം ആശംസിച്ച ഹെഡ്മിസ്ട്രസ് ശ്രീ PP സതി, ആശംസയർപ്പിക്കുന്ന ഡോക്ടർ B ഉണ്ണി, നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീ TK ശ്രീകാന്ത്, മറ്റധ്യാപകരെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ. സംസ്കൃത വാരാചരണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പരിപാടി നമുക്ക് നമ്മുടെ വിദ്യാലയങ്ങളിൽ ഒരു വർഷം പല ദിനങ്ങളും ആചരിക്കാറുണ്ട്. പരിസ്ഥിതി ദിനം, വായനാ ദിനം, പുസ്തക ദിനം, കേരള ദിനം, ക്ഷീരദിനം, അങ്ങനെ പലതും. അതിനോടനുബന്ധിച്ച് ഒന്ന് സംസ്കൃതവും.
സംസ്കൃതം ഇന്ന് ദിനമായല്ല ആചരിക്കുന്നത്, വാരമായിട്ടാണ്. നിങ്ങളുടെ മുല്ലക്കൊടി AUP സ്കൂളിലെ സംസ്കൃത വാരാചരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. സംസ്കൃതത്തെക്കുറിച്ച് 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് സംസ്കൃതം? ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷയാണ് സംസ്കൃതം. നമ്മുടെ ഭാരതത്തിൻ്റെ ജീവൽ ഭാഷയായിരുന്നു സംസ്കൃതം. ഇന്ത്യയെ ഒരു ജനതയായും ഒരേ സംസ്കാരത്തിൻ്റെ കൂട്ടായ്മയായും അഖണ്ഡ ഭൂമിയായും നിലനിർത്തുന്നതിൽ സംസ്കൃത ഭാഷയ്ക്ക് വലിയ പങ്കുണ്ട്. സംസ്കൃത ഭാഷ പണ്ടേ ഒരു പരിഷ്കൃത ഭാഷയായിരുന്നു. പഴക്കം ചൊല്ലുന്തോറും പുതുമ നശിക്കുന്നില്ല എന്നതാണ് സംസ്കൃതത്തിൻ്റെ പ്രത്യേകത. ഭാരതീയ സാഹിത്യത്തിൻ്റെ അടിസ്ഥാന ശില സംസ്കൃത സാഹിത്യമാണെന്നും പല ഭാഷകളിലും എഴുതുന്നുവെങ്കിലും എല്ലാം ഭാരതീയ സാഹിത്യത്തിൻ്റെ ഭാഗമാണെന്നും പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ ദേശീയ ഭാഷകൾ ഇന്ത്യയിൽ മേൽക്കൈ നേടിയപ്പോൾ സംസ്കൃതത്തെ പലരും മൃതഭാഷയാക്കി മൂലക്കിരുത്തി. എന്നാൽ ഭാരതത്തിൻ്റെ ഒരുമയ്ക്ക് കാരണം സംസ്കൃത ഭാഷയാണ് എന്ന തിരിച്ചറിവ് സജീവമായിട്ടുണ്ട്. ഈ ഭാഷയിലെ സാഹിത്യ സമ്പത്തുകളെക്കുറിച്ച് ആലോചിച്ചാൽ ഒരു ലക്കും ലഗാനും കിട്ടില്ല എന്ന് വേണം പറയാൻ. ലോകഭാഷകളിലില്ലാത്തത്രയും ഇവിടെയുണ്ട്. ഒരു ഭാഷയുടെ ഔന്നത്യത്തിൻ്റെ ലക്ഷണം തന്നെ അതിലെ സാഹിത്യ സമ്പത്താണ്. ഒട്ടേറെ പുരാണ ഇതിഹാസങ്ങളും വേദോപനിഷത്തുകളും ഈ ഭാഷയിലുണ്ട്. സംസ്കൃത ഭാഷയുടെ മാറിലേറി മനനം കൊണ്ടും നിരീക്ഷണം കൊണ്ടും നമ്മുടെ പൂർവികരായ ഋഷിപണ്ഡിതന്മാർ ആധുനിക ലോകത്തിന് പ്രാപ്തമായ അറിവുകൾ 2000-3000 വർഷം മുമ്പ് സ്വായത്തമാക്കിയിരുന്നു. ഭൂമിയെ അമ്മയായും അതിലെ ജീവജാലങ്ങളെ സഹജീവികളായും പർവ്വതങ്ങളെയും നദികളെയും ബന്ധുക്കളായും വായു, ജലം തുടങ്ങിയ പ്രപഞ്ചശക്തികളെ ദേവതകളായും കണ്ട് വസുധൈവ കുടുംബകം എന്ന സങ്കല്പം ഭാരതീയരിൽ ഉറപ്പിച്ചതും ഈ ഭാഷയായിരുന്നു. ഭാരതത്തിൽ ഒട്ടേറെ ഭാഷകളുണ്ടെങ്കിലും അവയിൽ ഉപയോഗിക്കുന്ന പകുതിയിലേറെ വാക്കുകൾ സംസ്കൃതമാണ്. എന്നാൽ സംസ്കൃതമാണെന്നറിയാത്ത വിധം ദേശീയ ഭാഷകളുമായി ഇഴുകിച്ചേർന്നിരിക്കുന്നു. തെക്കേ ഇന്ത്യയിൽ തെലുങ്കിലും മലയാളത്തിലുമാണ് ഏറ്റവും കൂടുതൽ സംസ്കൃത വാക്കുകൾ ഉള്ളത്. എങ്ങനെയെന്നാൽ ഭാരതീയ സംസ്കൃതിയോടൊപ്പം പിറന്നു വീണ വാഗ്മയമാണ് അതിപ്രാചീനമായ വേദം. ഇര, മരം, കാളി, കുലാലൻ, നീള മുതലായ മലയാള വാക്കുകളും ഹാവു പോലുള്ള വ്യാക്ഷേപങ്ങളും അതേ അർത്ഥവിക്ഷേപത്തോടെ അല്ലെങ്കിൽ അതേ അർത്ഥവിവക്ഷയോടെ വേദഭാഷയിൽ കാണുന്നത് എങ്ങനെയെന്ന് സംശയിക്കുന്നുവെങ്കിൽ സംസ്കൃതം എന്ന വാക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും സംസ്കരിച്ചെടുത്തതാണ് എന്ന്. ഏതിൽ നിന്ന് സംസ്കരിച്ചത് എന്നാണെങ്കിൽ മാർക്കണ്ഡേയ മഹർഷി വിവരിക്കുന്ന 17 ഭാഷാഭേദങ്ങളിൽ നിന്ന് സംസ്കരിച്ചെടുത്ത പൊതുരൂപം. ഇന്ത്യയുടെ ഓരോ പ്രദേശങ്ങളിൽ സംസാരിക്കുന്ന ഇവയെല്ലാം വേദത്തിൽ അർത്ഥഭേദമില്ലാതെ പലയിടത്തും പ്രയോഗിച്ച് കാണാം. ഇന്നത്തെ മലയാളവും തമിഴും ഇതിൽ പെടുന്നു. ഇംഗ്ലണ്ടിലെ 4 മധ്യകാല ഭാഷാഭേദങ്ങളിൽ നിന്ന് ന്യൂ ഇംഗ്ലീഷ് പിരിഞ്ഞു വളർന്നതുപോലെ ഇന്ത്യയിൽ അക്കാലത്ത് നടപ്പിലാക്കിയിരുന്ന ഭാഷാഭേദങ്ങളിൽ നിന്ന് ക്രോഡീകൃതമായ പൊതുഭാഷയാണ് സംസ്കൃതം. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഭാഷാസു മുഖ്യ മധുര ദിവ്യ ഗീർവാണ ഭാരതി എന്ന്. 1949 അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന അംബേദ്കർ സംസ്കൃത ഭാഷ ഇന്ത്യയുടെ രാഷ്ട്രഭാഷയാക്കണം എന്ന് ഡിമാൻഡ് പാർലമെൻറ്റിൽ വെച്ചു. അതിന് 2 കേന്ദ്രമന്ത്രിമാർ നസറുദ്ദീൻ അഹമ്മദും കേഷ്കറും പിന്താങ്ങി. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, അത് നടപ്പിലായില്ല. അതുകൊണ്ട് തന്നെ ദേശീയോദ്ഗ്രഥനം എന്ന മഹാസ്വപ്നം നമ്മുടെ കയ്യെത്തുന്ന അകലത്തിൽ നിൽക്കുന്നു. കുറച്ചു കഴിഞ്ഞ് കേരളത്തിലെ ആദ്യ മന്ത്രിസഭാംഗമായ ജോസഫ് മുണ്ടശ്ശേരി
3-ാം ക്ലാസ് മുതൽ സംസ്കൃത പഠനം നിർബന്ധമാക്കി നടപ്പിലാക്കി. പക്ഷേ ത്രിഭാഷാ പദ്ധതി എന്ന മാനദണ്ഡത്തെ മുറുകിൽ പിടിച്ച് 10 വർഷത്തിന് ശേഷം അത് നിർത്തി. ത്രിഭാഷാ പദ്ധതി എന്നതിനപ്പുറം ഇതിനെ ബാധിച്ചത് പണ്ഡിതന്മാരുടെയോ അപണ്ഡിതന്മാരുടെയോ അഭിപ്രായത്താൽ ഇതൊരു വരേണ്യ ഭാഷയാണെന്നും അത് പ്രചാരമില്ലാത്ത ഭാഷയാണെന്നും അതിൻ്റെ വ്യാകരണ നിയമങ്ങൾ കടുകട്ടിയാണെന്നും ഉള്ള ദുഷ്പ്രചരണമാണെന്ന് പറയാം. വരേണ്യ ഭാഷ എന്ന പ്രയോഗം തന്നെ തെറ്റാണ്. കാരണം പണ്ടുകാലത്ത് ജനങ്ങൾ സംസാരിച്ച ഭാഷയായിരുന്നു സംസ്കൃതം. ആ ഭാഷയിലാണ് ഭാരതത്തിൻ്റെ സംസ്കാരം മുഴുവനും ഉൾക്കൊണ്ടിട്ടുള്ളത്. വേദ, ഇതിഹാസ, പുരാണങ്ങളും മുഴുവൻ സംസ്കൃതത്തിൽ എഴുതപ്പെട്ടതാണ്. പൈതൃകസ്ഥിരവും പൂജ്യത്തിൻ്റെ വിലയും വരെ സംസ്കൃത ഭാഷയിൽ എഴുതി സൂക്ഷിച്ചതായിരുന്നു. എന്നാൽ ഭാഷാ വൈമുഖ്യം കാരണം ഇതെല്ലാം ഇന്ത്യക്ക് പുറത്തുള്ളവർ കൊണ്ടുപോവുകയും പല കാര്യങ്ങളും അവരുടേതാണെന്ന് പറഞ്ഞ് അവകാശം സ്ഥാപിക്കുകയും ചെയ്തു. പണ്ട് പണ്ഡിതന്മാരായ ജനങ്ങൾ സംസ്കൃതത്തെ വിജ്ഞാന രൂപത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഉതകും വണ്ണം പ്രയോഗിച്ചു. അതിനെ അന്നത്തെ രാജാക്കന്മാർ പ്രോത്സാഹിപ്പിച്ച് സമ്മാനങ്ങളൊക്കെ നൽകി. അതുകൊണ്ട് അന്ന് ബഹുജന ഭാഷയായി മാറി. 1969 വീണ്ടും MC ചഗ്ല കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആയപ്പോഴാണ് സംസ്കൃത ഭാഷ വീണ്ടും പുനരാഗമനത്തിന് നടപടിയെടുത്തത്. അതിലൊന്ന് ശ്രാവണ മാസത്തിലെ പൗർണമി സംസ്കൃത ദിനമായി ആചരിക്കുക എന്നതാണ്. ആകാശവാണിയിൽ സംസ്കൃത വാർത്താ പ്രക്ഷേപണം തുടങ്ങിയതും സംസ്കൃത ദിനാഘോഷങ്ങൾ തുടങ്ങിയതും 1969 തന്നെ ആയിരുന്നു. 2001 സംസ്കൃത വർഷമായി ആചരിച്ചു. ആ കൊല്ലം മുതൽ സംസ്കൃത ദിനം സംസ്കൃത വാരമാക്കാൻ തുടങ്ങി. സംസ്കൃത ദിനത്തിന് മുൻപും പിൻപുമുള്ള 3 ദിവസങ്ങൾ ചേർത്ത് ഒരു വാരമായി ആഘോഷിക്കുന്നു. ഇന്ത്യയിൽ ഇന്ന് 13 സംസ്കൃത സർവകലാശാലകളും 500-ലേറെ സംസ്കൃത വിദ്യാലയങ്ങളും ഉണ്ട്. കൂടാതെ സ്കൂളിലും കോളേജിലും ഉപഭാഷയായോ ബിരുദ വിഷയമായോ സംസ്കൃതം പഠിക്കാനുള്ള സൗകര്യമുണ്ട്. പണ്ട് ജോസഫ് മുണ്ടശ്ശേരി 3-ാം ക്ലാസ് മുതൽ പഠിപ്പിക്കണം എന്നത് ഇന്ന് 1-ാം ക്ലാസ് മുതൽ പഠിപ്പിക്കാൻ തുടങ്ങി. ശ്ലാഘനീയം തന്നെ. ഇന്ത്യയിൽ 300-ലേറെ വേദപാഠശാലകളും 7 സംസ്കൃത അക്കാദമികളുമുണ്ട്. ഭാഷയുടെ പാരമ്പര്യവും അറിവുകളും ശേഷിയും പ്രകടിപ്പിക്കാനായി കാശി, പൂനെ, ശൃംഗേരി, ഉഡുപ്പി, ബാംഗ്ലൂർ, തിരുപ്പതി, ചെന്നൈ എന്നിവിടങ്ങളിൽ വാക്യാർത്ഥ സദസ്സുകൾ നടക്കാറുണ്ട്. ഇന്ത്യയിൽ സംസ്കൃത ഭാഷയുടെ ഉയർച്ചയ്ക്കായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സംസ്കൃത പ്രതിഷ്ഠാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിലൊട്ടാകെ 2000-ലധികം സംസ്കൃത ഗൃഹങ്ങളുണ്ട്. ഇവിടെ സംസ്കൃതം മാത്രമേ സംസാരിക്കാറുള്ളൂ. മധ്യപ്രദേശിലെ മോഹിത് നഗർ, ഝേരി, കർണാടകത്തിലെ ഹൊസഹള്ളി, മത്തൂർ എന്നീ ഗ്രാമങ്ങളിൽ സംസ്കൃതം മാത്രം സംസാരിക്കുന്ന ഗ്രാമങ്ങളായി മാറിക്കഴിഞ്ഞു. സംസ്കൃതത്തെ ഒരു സംസാര ഭാഷയായി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. തീർച്ചയായും സാധിക്കും. ലളിതമായ പദങ്ങൾ കൊണ്ട് തുടങ്ങാം. തെറ്റുപറ്റുമോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. കാളിദാസൻ്റെ ഒരു സമസ്യ തന്നെ അതിന് ഉദാഹരണമാണല്ലോ. കാത്വം ബാലേ, നീ ആരാണ് പെൺകുട്ടി? കാഞ്ചനമാല, ഞാൻ കാഞ്ചനമാലയാണ്. കസ്യാ പുത്രി, ഏതൊരുവളുടെ മകളാണ്? കനകലതായ, കനകലതയുടെ. കിം തേ ഹസ്തേ, നിന്റെ കയ്യിൽ എന്താ കുഞ്ഞെ? താലീപത്രം, എഴുത്തോല. കാവാ രേഖ, അതിലെന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? കുട്ടിയുടെ ഉത്തരം കാഖ ഗാഘ. ഇതുപോലെ ലളിതമായി വേണം സംസാരത്തിലേക്ക് കടക്കാൻ. നമുക്കറിയാം, പണ്ട് കുഞ്ചൻ നമ്പ്യാരും തോലനും നടന്നു പോകുന്ന വഴിയിൽ കുളിക്കടവിൽ കണ്ട കാഴ്ചയെ കാതിലോല. ഉത്തരം കാ അതിലോല. ആരാണ് അതിസുന്ദരി? തോലൻ ഉത്തരം പറയുന്നത് ആളി. ഇങ്ങനെ സംസ്കൃതത്തെ ഉയർത്തിക്കൊണ്ടുവരണം. സംസ്കൃത ദിനം എന്ന് പറയുന്നത് ശ്രാവണ പൂർണിമ, ശകവർഷത്തിലെ 4-ാമത്തെ മാസത്തിലെ പൗർണമി. ഇത് ഉത്തരേന്ത്യയിലാണ് തുടങ്ങിയത്.
അതുകൊണ്ട് കൃത്യമായി നമുക്ക് അതിൻ്റെ ദിവസഗണന കണക്കാക്കാൻ കഴിയില്ല. അതിനെ ചെയ്യുന്നത് ശ്രാവണ മാസത്തിലെ പൗർണമിയാണ് ശ്രാവണ പൂർണിമ എന്ന് പറഞ്ഞല്ലോ. പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതിന് ഈ ദിവസം വിശിഷ്ടമായി കരുതുന്നു. സാഹോദര്യത്തിൻ്റെ പ്രതീകമായി രാഖി കെട്ടുന്ന രക്ഷാബന്ധൻ ആചരിക്കുന്നതും ശ്രാവണ പൂർണിമക്കാണ്. ശ്രാവണ മാസത്തിലെ, അതായത് ചിങ്ങമാസത്തിലെ തിരുവോണം ശ്രാവണ പൂർണിമ എന്നാണ് പറയാറ്. പക്ഷേ കാലചക്രത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഇതിലുണ്ടാകാറുണ്ട്. അങ്ങനെ സംസ്കൃത ഭാഷ എന്ന് പറഞ്ഞാൽ അത് ഒരാൾക്കും പ്രത്യേകം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നല്ല. സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ എന്ന പ്രാർത്ഥന സംസ്കൃതക്കാർക്കല്ലാതെ മറ്റാർക്കാണ് പറയാൻ കഴിയുക? എല്ലാവരും പറയാ എനക്ക് നല്ലത് വരണം, എനക്ക് നല്ലത് വരണം. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് സർവേ ഭവന്തു സുഖിന എന്നാണ്. സംസ്കൃത വാരാചരണം നടക്കുന്ന ഈ വേളയിൽ വദതു സംസ്കൃതം ജയതു ഭാരതം എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം. ഭാരതത്തിലെ ഭാഷാ വർണ്ണഭേദങ്ങൾ ഇല്ലാതാക്കാനുള്ള ഒരൊറ്റമൂലിയായി സംസ്കൃതം വളർന്നു വരട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഏതായാലും മുല്ലക്കൊടി യു പി സ്കൂളിലെ അധ്യാപകരും കുട്ടികളും എനിക്ക് വേണ്ടി ഇത്തരം ഒരു അവസരം ഒരുക്കി തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. ഹൃദയത്തിൽ നിന്ന് അവർക്ക് നന്ദി പ്രകാശിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. സർവേഷാം സാദരനമസ്കാരः. मुल्लकुडि AUP स्कूल अद्य प्रवर्तमान संस्कृत दिनाचरण कार्यक्रमे स्वागतं कृतवती अस्य विद्यालयस्य प्रथमाध्यापिका VP सदी महाभागा, अध्यक्षः KV सुधाकर महोदयः PTA प्रेसिडेंट, कार्यक्रमस्य उद्घाटक KV यशोदा महाभागा, विभिन्न कार्यक्रमे भागं मुडाः प्रिय छात्राः, अध्यापकाः अध्यापिकाः, रक्षकर्तारः, प्रिय संस्कृत प्रेमिणः, कार्यक्रमस्य नन्दिप्रकाशनं करोति TK श्रीकान्त महाभागः, अन्ये सर्वेषां मम विनीतनमस्काराः। श्रावणमासस्य पौर्णमिदिनं संस्कृतदिनत्वेन आभारतम् आचरति। वयमपि इदं सुदिनं संस्कृतदिनम् इति आचरामः. ശ്രാവണമാസത്തിലെ പൗർണമി ദിവസമാണ് സംസ്കൃത ദിനമായി ആ ഭാരതം ലോക സംസ്കൃത ദിനമായി ആചരിക്കുകയാണ്. 1969 കേന്ദ്ര സർക്കാർ ആണ് ആദ്യമായിട്ട് സംസ്കൃത ദിനം ഉദ്ഘോഷിച്ചത്. അന്നു മുതൽ ഇങ്ങോട്ട് ശ്രാവണ മാസത്തിലെ പൗർണമി ദിനത്തിൽ സംസ്കൃത ദിനമായിട്ട് നാം ആചരിച്ചു വരികയാണ്. ഇന്ന് ഓരോ ദിവസവും ഓരോ ദിനമായി നാം ആചരിക്കുകയാണ്. എന്നാൽ സംസ്കൃതത്തിന് മാത്രമായിട്ട്, ഒരു ഭാഷയ്ക്ക് മാത്രമായിട്ട്, ഭാഷയുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഒരു ദിനം, ഒരു ദിവസം മാറ്റിവെക്കുകയാണ്. അതും മാസങ്ങളിൽ ഏറ്റവും ഉത്തമമായ മാസമായിട്ടുള്ള ശ്രാവണ മാസത്തിലെ പൗർണമി ദിനത്തിലാണ് സംസ്കൃത ദിനമായിട്ട് ആചരിക്കുവാൻ നിശ്ചയിച്ചത്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംസ്കൃത ദിനം ശ്രാവണ മാസത്തിലെ പൗർണമി ദിനത്തിൽ ആചരിക്കാൻ
കാരണമായത്. ഗുരുകുല വിദ്യാഭ്യാസം തുടങ്ങുകയും ഉപനയനം കഴിഞ്ഞതിന് ശേഷം ഗുരുകുല വിദ്യാഭ്യാസം ആരംഭിക്കുന്ന അല്ലെങ്കിൽ വേദപഠനം ആരംഭിക്കുന്ന അതിപുണ്യമായിട്ടുള്ള അതിവിശിഷ്ടമായിട്ടുള്ള ഒരു ദിനമായിരുന്നു പൗർണമി ദിനം. അതുകൊണ്ട് തന്നെയാണ് ശ്രാവണ മാസത്തിലെ പൗർണമി ദിനത്തെ സംസ്കൃത ദിനമായിട്ട് ആചരിക്കുവാൻ ഭാരത സർക്കാർ തീരുമാനിച്ചത്. 2005 ശ്രേഷ്ഠ ഭാഷാ പദവിയിലെത്തുന്ന സംസ്കൃത ഭാഷ ലോകത്തിൻ്റെ തന്നെ ലോക ഭാഷയുടെ മാതാവായി സർവേഷാം ഭാഷാണാം ജനനി ആർഷഭാരത സംസ്കൃതേഹ വാഹിനി ച ഭവതി സംസ്കൃതം. ആർഷഭാരത സംസ്കൃതിയുടെ ഉയർച്ചയ്ക്കും അതിൻ്റെ പ്രചാരണത്തിനും ആധാരഭൂതമായിട്ടുള്ള ഭാഷയാണ് സംസ്കൃതം. ഭാരതീയ സാഹിത്യവും സംസ്കാരവും രൂപപ്പെടുന്നതിൽ പ്രമുഖമായ പങ്കുവഹിച്ചത് ഈ ആർഷഭാരത സംസ്കൃത വാഹിനിയാണ്. ഭാഷാസു മുഖ്യ മധുര രമ്യ ഗീർവാണ ഭാരതി. ഭാഷകളിൽ വെച്ച് മുഖ്യമായതും മധുരമായിട്ടുള്ളതും രമ്യമായിട്ടുള്ളതും ഭാഷയാണ് സംസ്കൃതം. അതുകൊണ്ട് തന്നെയാണ് അതിന് സംസ്കൃതം എന്ന് പേര് ലഭിച്ചത്. പണ്ട് കാലങ്ങളിൽ ഈ ഭാഷയ്ക്ക് എല്ലാവരും അറിയപ്പെട്ടിരുന്നത് പ്രാകൃത ഭാഷ എന്നായിരുന്നു. പ്രാകൃതം എന്ന് വെച്ചാൽ പ്രകൃതേഹേ ഭാവഃ, പ്രകൃതിയുടെ താളത്തിനും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയും അനുസരിച്ച് പ്രകൃതിക്കിണങ്ങുന്ന ചേരൽ ഒരു ഭാഷയായിട്ടായിരുന്നു സംസ്കൃതത്തെ അറിയപ്പെട്ടിരുന്നത്. അങ്ങനെയുള്ളതായ ഈ ഭാഷ വേദ ഇതിഹാസങ്ങളും പുരാണങ്ങളും എന്നുവേണ്ട ലോകത്തിൽ ഏതൊക്കെ ശാസ്ത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ ശാസ്ത്രശാഖകളെല്ലാം വളർന്നു പന്തലിച്ച് ഉന്നതിയിലെത്തിയത് ഈ സംസ്കൃത ഭാഷയിലാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഭാഷയുടെയും മാതാവായിട്ട് സംസ്കൃതത്തെ അംഗീകരിക്കുന്നത്. അങ്ങനെയാണ് സംസ്കൃതത്തിൻ്റെ വ്യാകരണങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വ്യാകരണപരമായിട്ട് അടുക്കും ചിട്ടയോടും കൂടി ഇത്രയ്ക്കും മനോഹരമായ രീതിയിൽ ഒരു സംശയത്തിനും ഇടവരാത്ത രീതിയിൽ അർത്ഥങ്ങൾ കൊണ്ടും അതിൻ്റെ ഭംഗി കൊണ്ടും വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഭാഷയാണ് സംസ്കൃതം എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് സമ്യക് ക്രിയതേ ഇതി സംസ്കൃതം, സംസ്കരിച്ച ഭാഷയാണ് സംസ്കൃതം. ഇന്ന് ലോക ജനതയുടെ മുന്നിൽ ശാസ്ത്രം വളർന്നു നിൽക്കുമ്പോഴും ഈ ശാസ്ത്രത്തിൻ്റെ എല്ലാം അടിസ്ഥാനമായിട്ട് ആധാരഭൂതമായിട്ട് സർവവിജ്ഞാനത്തിൻ്റെയും ഖനിയായിട്ട് സംസ്കൃത ഭാഷ നിലനിൽക്കുകയാണ്. അങ്ങനെയുള്ളതായ ഈ സംസ്കൃത ഭാഷ പഠിക്കുവാനും അതിനെ അറിയുവാനും അതിൻ്റെ മാധുര്യം നുണയുവാനും നമുക്ക് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ അതിന് ഭാഗ്യം ലഭിച്ച എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുട്ടികൾ പുണ്യം ചെയ്തവരാണ്. കാരണം ഈ വിദ്യാലയത്തിൽ ചിലപ്പോൾ 500-600 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടായിരിക്കാം. എങ്കിലും അതിൽ കുറച്ച് പേർക്ക് മാത്രമാണ് സംസ്കൃതത്തെ അല്ലെങ്കിൽ സംസ്കൃതം പഠിക്കുവാനും അതിനെ അറിയുവാനും
സംസ്കൃതത്തിൽ സംസാരിക്കാനും കഴിയുന്നത്. അത്രയ്ക്കും പുണ്യം ചെയ്തവർക്ക് മാത്രം സിദ്ധിക്കുന്ന ഒരു സൗഭാഗ്യമാണ് നിങ്ങളിൽ ഓരോരുത്തരും എത്തിച്ചേർന്നിരിക്കുന്നത്. ആ ദേവഭാഷയെ, പുണ്യവാഹിനിയെ നമ്മളിൽ കൂടി വരും തലമുറയിലേക്ക് പകർന്നു നൽകുവാനുള്ള ഒരു ഉത്തരവാദിത്യം കൂടി നമുക്ക് ഉണ്ട്. ഈ സംസ്കൃത ദിനത്തിൽ സംസ്കൃതത്തിൽ തന്നെ സംസാരിക്കുകയും സംസ്കൃതത്തിനെ തന്നെ ഗാനങ്ങൾ ആലപിക്കുകയും സംസ്കൃതത്തിൽ ചിന്തിക്കുകയും ചെയ്യാൻ കഴിയുന്നതിൽ നമുക്ക് മാത്രമാണ്. അത് ചെയ്യുമ്പോഴാണ് നമ്മൾ സംസ്കൃതത്തോട് ഏറ്റവും കൂടുതൽ അടുക്കുകയും ഏറ്റവും കൂടുതൽ കടപ്പാട് നമുക്കുണ്ട്. ദേവഭാഷയാണ് സംസ്കൃതം. ഇപ്പോൾ നമുക്ക് തോന്നും ദേവഭാഷ എന്ന ദേവന്മാർ അല്ലെങ്കിൽ ദേവതമാർ സംസാരിച്ചിരുന്ന ഭാഷയാണ് എന്ന് ചിലപ്പോൾ ചിലവർ ചോദിക്കാം. അങ്ങനെയല്ല. മനുഷ്യർ തന്നെയാണ്, അതായത് നരൻ തന്നെയാണ് നാരായണൻ. നരനിൽ നിന്ന് നാരായണനിലേക്കുള്ള പരിണാമം എന്ന് പറയുന്നത് ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ വർഷങ്ങൾ കൊണ്ടോ ഉള്ള പരിശ്രമമുണ്ട്. നിരന്തരമായ പരിശ്രമത്തിൽ കൂടി, നിരന്തരമായിട്ടുള്ള സാധനയിൽ കൂടി, നിരന്തരമായിട്ടുള്ള കൃതജ്ഞതയിൽ കൂടിയാണ് നമ്മൾ ആ ഒരു പദത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഈശ്വരീയമായ ചിന്തകളും ഈശ്വരീയമായിട്ടുള്ള വ്യവഹാരങ്ങളും സത്ചിന്തകളും സത്പ്രവൃത്തികളും സത്മൂല്യങ്ങളും നമ്മളിലേക്ക് ഉണർത്തുവാനും നമ്മളിൽ ആ മൂല്യങ്ങളിൽ കൂടി നമ്മളെ ജീവിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭാഷ, അതൊന്ന് സംസ്കൃതം തന്നെയാണ്. അങ്ങനെയുള്ളതായ ആ ഭാഷ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന നമ്മൾ ദേവന്മാർ തന്നെയാണ്. അതുകൊണ്ടാണ് ദേവഭാഷ എന്ന് പറയുന്നത്. മനുഷ്യൻ തന്നെയാണ്, നരൻ തന്നെയാണ് നാരായണൻ. നരനിൽ നിന്ന് നാരായണനിലേക്ക് നമ്മൾ മാറുമ്പോൾ ഈശ്വരീയമായ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നു, ഈശ്വരീയമായിട്ടുള്ള ചിന്തകൾ നമ്മളിലേക്ക് ഉണരുന്നു, ഈശ്വരീയമായ സദ്ഗുണങ്ങൾ നമ്മളിൽ പ്രകടമാകുന്നു. അങ്ങനെ നമ്മളും ഈശ്വരനായി മാറുകയാണ്. അതുകൊണ്ടാണ് സംസ്കൃതം ദേവഭാഷയായിട്ട് കരുതുന്നത്. ചിലപ്പോഴെങ്കിലും ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവാം സംസ്കൃതം മൃതഭാഷയാണ് എന്ന്. മൃതം എന്ന് വെച്ചാൽ മരിച്ചത്, മരണപ്പെട്ടത് എന്നാണ്. ഒരർത്ഥത്തിൽ അത് ശരിയാകാം. കാരണം വിജ്ഞാനത്തിൻ്റെയും സാംസ്കാരികതയുടെയും സംസ്കൃതിയുടെയും അത്യുന്നതമായിട്ടുള്ള, അത്യന്തമായിട്ടുള്ള, അന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അന്ത്യമായിട്ടുള്ള ഭാഷ എന്ന് പറഞ്ഞാൽ അത് സംസ്കൃതമാണ്. സാംസ്കൃതിയുടെ, സംസ്കാരത്തിൻ്റെ, മൂല്യത്തിൻ്റെ അഗാധമായിട്ടുള്ള, അവസാനമായിട്ടുള്ള ഭാഷ എന്നതുകൊണ്ടാണ് സംസ്കൃതത്തെ മൃതഭാഷ, മൃതം എന്ന് വെച്ചാൽ അന്ത്യം വരെ, അവസാനം എന്നാണ് അർത്ഥം. അവസാന വാക്കാണ്. സംസ്കാരത്തിൻ്റെ, മൂല്യത്തിൻ്റെ, സത്യത്തിൻ്റെ അവസാന എന്ന് പറയുന്ന ഭാഷ സംസ്കൃതമാണ്. അതുകൊണ്ടാണ് സംസ്കൃതത്തെ മൃതഭാഷ എന്ന് പറയുന്നത്. അല്ലാതെ മരിച്ചുപോയ ഭാഷയല്ല. ലോകത്തിൽ ഏതൊക്കെ സംസ്കാരങ്ങൾ ഉടലെടുക്കുകയും നശിക്കുകയും ചെയ്തിട്ടുണ്ടോ അതിനേക്കാളൊക്കെ ഉപരി ഒരിക്കലും നശിക്കാതെ നിത്യനൂതനമായി സനാതനമായി നിലനിൽക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. ആ സംസ്കാരം നിലനിന്നു പോരുന്നത് വേദങ്ങളിൽ കൂടിയും പുരാണങ്ങളിൽ കൂടിയും ഇതിഹാസങ്ങളിൽ കൂടിയുമാണ്.
ഈ വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം രചിച്ചിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ്. അതിൻ്റെ മൂല്യകൃതികളെല്ലാം സംസ്കൃതത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് സംസ്കൃതം ദേവഭാഷ എന്ന് പറയുന്നത്. സംസ്കൃതം സംസ്കാരവാഹിനിയാണ്. ഒരു ഭാഷയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിൽ സംസ്കാരത്തെയും സാഹിത്യത്തെയും മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ഒരു ഭാഷയാണ് സംസ്കൃതം. അതുകൊണ്ട് അത്തരത്തിലുള്ളതായ ഈ സംസ്കൃത ഭാഷയെ പഠിക്കുവാനും അറിയുവാനും അതിൽ കൂടി സംസാരിക്കുവാനും കഴിയുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ കുട്ടികളും പുണ്യം ചെയ്തവരാണ്. വരും തലമുറയ്ക്കായി നമ്മളിൽ കൂടി, നമ്മളുടെ പഠനത്തിൽ കൂടി, നമ്മുടെ കവിതകളിൽ കൂടി, നമ്മുടെ ചിന്തകളിൽ കൂടി, നമ്മുടെ സ്വഭാവങ്ങളിൽ കൂടി ഈ സംസ്കൃതത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു പ്രയത്നം നമ്മുടെ എല്ലാവരുടെയും കടമയായി, അതൊരു ഉത്തരവാദിത്തമായി, അതൊരു കർമ്മമായി എടുത്തുകൊണ്ട് ഈ ഭാഷയുടെ പ്രചാരണവും അതുപോലെ തന്നെ ഭാഷയുടെ നിലനിൽപ്പും നമ്മളിൽ തന്നെയാണ് എന്ന ഉറച്ച ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ സംസ്കൃത ദിനത്തെക്കുറിച്ചും അല്ലെങ്കിൽ സംസ്കൃത ദിന സന്ദേശം, സംസ്കൃത ദിന ആശംസകൾ നൽകുവാൻ എന്നെ ക്ഷണിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ, സാഹോദര്യത്തിൻ്റെ ഭാഷയിൽ, സംസ്കാരത്തിൻ്റെ ഭാഷയിൽ, മൂല്യത്തിൻ്റെ ഭാഷയിൽ, സംസ്കൃതത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ്തു ഭാരതം, ജയ്തു സംസ്കൃതം, വന്ദേ സംസ്കൃത മാതരം. മുല്ലക്കുടി AUP സ്കൂളിൻ്റെ ഈ വർഷത്തെ സംസ്കൃത വാരാഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അധ്യാപകന്മാരെ, പ്രിയങ്കരായിട്ടുള്ള കുട്ടികളെ, രക്ഷിതാക്കളെ, നമ്മുടെ ഈ വർഷത്തെ സംസ്കൃത വാരാഘോഷത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, എല്ലാ വർഷവും ശകവർഷത്തിലെ ശ്രാവണ മാസത്തിലെ പൗർണമി നാളിലാണ് ഭാരതത്തിലാകമാനം എല്ലാ വിദ്യാലയങ്ങളിലും കോളേജുകളിലുമൊക്കെ സംസ്കൃത ദിനമായിട്ട് ആചരിക്കുന്നത്. അതിനെ തുടർന്ന് ഒരാഴ്ച കാലം സംസ്കൃത വാരമായിട്ടും ആഘോഷിക്കുന്നു. സംസ്കൃത ഭാഷയുടെ മഹത്വവും പ്രാധാന്യവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ ഭാഷയെ കൂടുതൽ പ്രചരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ വർഷവും സംസ്കൃത ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത്. ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷയാണ് സംസ്കൃതം. നമ്മുടെ സാംസ്കാരിക ഗ്രന്ഥങ്ങളൊക്കെ, വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ രചിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഭാഷയിലാണ്. മലയാള ഭാഷയുമായിട്ട് വലിയ ബന്ധമാണ് സംസ്കൃത ഭാഷയ്ക്ക് ഉള്ളത്. മലയാളം തെറ്റുകൂടാതെ കൈകാര്യം ചെയ്യാൻ കഴിയണമെങ്കിൽ സംസ്കൃതം പഠിച്ചേ മതിയാകൂ എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള പരിപാടികളിൽ എല്ലാവരും പങ്കെടുക്കണം എന്ന് മാത്രമല്ല, കൂടുതൽ കുട്ടികൾ സംസ്കൃതം പഠിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് സംസ്കൃത പണ്ഡിതയും എൻ്റെ ഗുരുനാഥ കൂടിയും ആയിട്ടുള്ള ശ്രീമതി KV യശോദ ടീച്ചറാണ്. ടീച്ചർക്ക് നമ്മുടെ വിദ്യാലയത്തിൻ്റെ സംസ്കൃതം അക്കാദമിക് കൗൺസിലിൻ്റെ പേരിലുള്ള നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച PTA പ്രസിഡന്റ് KV സുധാകരേട്ടൻ, ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച തളിപ്പറമ്പ് സൗത്ത്
സംസ്കൃതം അക്കാദമിക് കൗൺസിലിൻ്റെ സെക്രട്ടറി ഡോക്ടർ ബി ഉണ്ണിമാഷ് എന്നിവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഓൺലൈനിൽ നമ്മുടെ പരിപാടികൾ ശ്രവിച്ച മുഴുവൻ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ഹെഡ് മിസ്ട്രസ് സദ് ടീച്ചർക്ക് ഔപചാരികതയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.